അപ്പൊ കൂട്ടുകാരാണ് നമ്മളെ കട്ട എങ്ങനെ സെറ്റ് ആയിട്ട്. പക്ഷെ ഒരു പണി പാടി ലാസ്റ്റ്. പെണ്ണ് ഇങ്ങനെയാട്ടോ കിടന്നുറങ്ങുന്നേ. കുഞ്ഞുവിന്റെ കൂട്ടുകാരി ദേവിക്ക് ഒരു ദേവതേനെ പോലെ വന്ന് ഐശ്വര്യം വന്നു. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മളാണ് നമ്മുടെ ടൗണിൽ വന്ന കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആധാർ കാർഡ് എടുത്ത് കഴിഞ്ഞു. അല്ല, ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞല്ല, ആധാർ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അക്ഷയ സെന്ററിലാട്ടോ, പുൽപ്പള്ളി അക്ഷയ സെന്ററിലാട്ടോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പൊന്നുവിന്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. പേരെന്തായിരുന്നു? പൊന്നുവിന്റെ കൂട്ടുകാരി ദേവിക്ക് ഒരു ദേവതേനെ പോലെ വന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നു കേട്ടോ. ഇനിയിപ്പോ 10 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ആധാർ കാർഡ് അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ ഇന്ത്യൻ ആധാർ കാർഡ് കിട്ടാൻ പോവാണ്. കുഞ്ഞിപ്പെണ്ണിന് വാക്സിൻ ഇല്ല, നമ്മൾ അവിടെ നിന്ന് എടുത്ത വാക്സിന്റെ ബാക്കി ഡോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാനുള്ളതൊക്കെ ഈ മാസം ഉണ്ട്. അത് എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. അതാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ആധാർ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാണ്ട് വന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയായി ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ആധാർ കാർഡ് കിട്ടും. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് പൊന്നു ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ ഇതാണ് നമ്മുടെ ടൗണ്, പുൽപ്പള്ളി എന്ന് പറയും കേട്ടോ. വയനാട്ടിലെ പ്രശസ്തമായ ഒരു ടൗണിൽ ഒന്നാണ്. എടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ വീട്ടിലോട്ട്. നല്ല വെയിലാട്ടോ, നല്ല ചൂടാണല്ലോ ഇപ്പൊ. ശരിക്കും മഴയൊക്കെ പെയ്യേണ്ട സമയത്ത് നല്ല ചൂടാണല്ലോ. നല്ല ചൂടാട്ടോ, ചൂടാണേലും മടുത്തുട്ടോ. ഭൂമിയായോണ്ടേ ഉള്ളിൽ നല്ല ചൂട് അടിക്കുന്നുണ്ട്. ഈ AC ഒന്നും ഇല്ലാത്തോണ്ട് നല്ല ചൂടാട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അല്ലേ, നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു കേട്ടോ ടൗണിന്ന്. നമ്മുടെ ഫാമിലിയിലെ വീഡിയോ എടുത്തില്ല കേട്ടോ. ആ പച്ചക്കറി എല്ലാം കൂടി കയ്യിലായത് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണുമായിരുന്നു കേട്ടോ. പപ്പ പുറകെ വരുന്നുണ്ട് കേട്ടോ. എടാ നീ കണ്ടോ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടോ വരുന്നുണ്ട് സ്കൂട്ടർ കൊണ്ട് കണ്ടോ. പുറകില് പപ്പ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുന്നിൽ നമ്മൾ കേറാൻ പോകട്ടോ. പൊട്ടെ പച്ചക്കറിയൊക്കെ ഉരുണ്ട് പോയിട്ടുണ്ട്. സവാളന്റെ വഴിക്ക് പോയി. അപ്പൊ അങ്ങനെ കൂട്ടുകാര് നമ്മള് വീട്ടിലൊക്കെ എത്തിയ ഡ്രസ്സൊക്കെ മാറി ഞാനിവിടെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ തൊട്ടില് കിടന്ന് നല്ലോണം ഉറങ്ങുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ കാണിച്ചു തരാം. കുഞ്ഞേച്ചി ഇവിടെ കാവിൽ നിൽക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ അലക്കാൻ പോയേക്കായിരുന്നു. ബഹുമാനൊന്നും വേണ്ടിയിരുന്നല്ലോ. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെയാട്ടോ കിടന്നുറങ്ങുന്നേ. എന്നാലും എന്തായിരുന്നു ആ സ്വപ്നം കുഞ്ഞേച്ചി? തൊട്ടിലേ കിടന്നാട്ടോ ഉറക്കം മൊത്തം. കംഫർട്ടായിട്ട് കിടന്നുറങ്ങും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഓണം തുടങ്ങി നിങ്ങൾക്ക് അറിയാലോ. അതാണ് കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു കുഞ്ഞിപ്പെണ്ണെ മാത്രം മതി. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കണിവെള്ളരിക്ക തൂക്കൂല, അതേപോലെ ഓണത്തിനും വെള്ളരിക്ക തൂക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയൊന്നും തൂക്കുന്ന ആചാരമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്കൊരു ആഗ്രഹം. പൊന്നൂന് വെള്ളരിക്ക നമുക്ക് വിഷുവിന് തൂക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഇതായിട്ട് നമ്മൾ ഓണത്തിന് തൂക്കാൻ. അപ്പൊ കുഞ്ഞേച്ചിക്ക് അറിയത്തില്ല, മമ്മിക്കും അറിയത്തില്ല ഇതെങ്ങനെ കെട്ടണ്ടെന്ന്. അപ്പൊ എനിക്കും അറിയത്തുണ്ടായിരുന്നു. എനിക്ക് അറിയാം, പണ്ട് കേട്ടിട്ടുണ്ട്. ഇവനെ അറിയാം. ഇപ്പൊ അറിയാത്ത ഒരു കാര്യമില്ലോ. എനിക്കറിയാം, ഇത് സിമ്പിൾ ആയിട്ട് കെട്ടാൻ. ഇവൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ലട കുഞ്ഞാ. നമ്മള് വെള്ളരിക്ക് കുഞ്ഞേച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 അല്ല 6 വാഴനാര് വേണം. 6 വാഴ ആ വള്ളി എടുത്തിട്ടാണ് കെട്ടുന്നേ. വാഴനാരിലാ കെട്ടണ്ടേ. അതൊക്കെ പൊട്ടി തല കിടക്കൂട്ടോ. എടാ വാഴനാര് പൊട്ടത്തില്ലടാ. നീ അടിക്കോ? അതാ കുക്കൂന്ന് പറഞ്ഞു. അത് തൊടാത്ത രീതിയിൽ കിട്ടിയാ പൊന്ന് നല്ല മെടുക്കനല്ലേ. അപ്പൊ പൊന്ന് വാഴവള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. പച്ച കളറുണ്ടോ? പച്ചയോ? കൊടുക്കണം. വാഴവള്ളി ങ്ങാങ്ങയല്ല, വാഴ. എന്ത് പച്ചങ്ങാങ്ങയോ? പച്ചമാങ്ങ റൈനയോ? അപ്പൊ റൈനേനുണ്ടല്ലോ, റൈനേനെ നമ്മൾ അകത്താക്കിയിട്ടേക്കാട്ടോ. സംഭവം എന്താ വെച്ചാല് കന്നിമാസമൊക്കെ തുടങ്ങാനായി കൂട്ടുകാരെ. അപ്പം പണി കിട്ടാതിരിക്കാൻ വേണ്ടി റൈനേനെ അകത്താക്കി വെച്ചേക്കാട്ടോ. ഇവിടെ പോട്ടെ വണ്ടി പോട്ടെ. അപ്പൊ സുസി നമ്മുടെ കണിക്കുള്ള തൂക്കിയിടാനുള്ള വെള്ളരിക്കും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ട്. നല്ല രസമുണ്ടല്ലേ, നല്ല തണുപ്പല്ലേ വെള്ളരിക്ക് തിന്നാൻ. നല്ല രസമല്ലേ? തണുപ്പ് ഇതല്ലല്ലോ തിന്നുന്നേ അത് തന്നെയാ. വെള്ളരി കണി വെള്ളരി. ഇത് അത് കറി വെച്ചിട്ട് തിന്നൂലേ?
വീണടത്ത് കിടന്ന് ഉരുണ്ടാന്ന് പറയില്ലേ? വീണടത്ത് കിടന്ന് കുഞ്ഞാ. നീ വീണടത്ത് കിടന്ന് ഡിസ്കോ കളിക്കത്തല്ലേ ഉള്ളൂ. നീ കിടന്ന് ഉരുണ്ട് മറിഞ്ഞിട്ടില്ലാതെ കളിക്കുള്ളൂ. അപ്പൊ അതാ ചാർലിയും ബക്കാടി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അല്ല, ബക്കാടി മാത്രം കിടന്ന് ഉറങ്ങുന്നുണ്ട്, ചാർലി എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ പിന്നെ സ്ഥിരം പറയണ്ടല്ലോ, ഇവൻ എപ്പോഴും തന്നെ പരിപാടി. ഇവൻ എപ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോഴൊക്കെ ഇവൻ നല്ല ഉറക്കാട്ടോ. ബക്കാടി മിക്കവാറും രാത്രി ഫുൾ ടൈം ഡ്യൂട്ടിയിലായിരിക്കും, എണീച്ചിരിക്കുകയായിരിക്കും. ചാർലി നല്ല ഉറക്കമായിരിക്കും. അതാട്ടോ ബക്കാടി എന്താണ് പകൽ ഉറങ്ങുന്നതും ചാർലി പകല് എണീച്ചിരിക്കുന്നതും. അപ്പൊ അതാവാനാണ് സാധ്യത. ഒരുത്തനെ എണീച്ചിട്ട് മറ്റേ കുത്തി എണീപ്പിക്കും കേട്ടോ. ഇവന്റെ കാലെ പിടിച്ചിട്ട് കടിക്കും, ഇവന്റെ കാലെ പിടിച്ച് കടിച്ചു വലിക്കും. അതാണ് അവന്റെ പരിപാടി ചാർലിന്റെ. നോക്ക്, ഒരു സൈസ് സ്വഭാവം കേട്ടോ ശരിക്കും പറഞ്ഞാല്. വാഴനാര് ഇതില് കുതിർത്ത് വെക്കണം. അപ്പൊ 6 വാഴനാരായോ? അപ്പൊ 6 ആയിട്ടുണ്ട്. വെള്ളത്തിൽ വേണ്ട മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി വെള്ളം കുടിച്ചു കഴിയുമ്പോ നല്ല സ്ട്രോങ് ആവും. ആണോ? അപ്പൊ സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം സ്ട്രോങ് ആയില്ല, വെള്ളം അല്ല, ഇത് സ്ട്രോങ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ പെട്ടി, നമ്മുടെ കട്ടപ്പെട്ടി അല്ലേ? അപ്പൊ മമ്മി നാട്ടെ ഭയങ്കര സങ്കടത്തിലാട്ടോ. എന്നാ പറ്റിയേ? എന്റെ ആടിന്റെ കാലിന് സുഖമില്ല. ആടിനുണ്ടല്ലോ കാലിന് സുഖമില്ല കേട്ടോ. ഈ ഇവിടുത്തെ അമ്മാടല്ലേ, അമ്മാട് ഇതിന്റെ കുഞ്ഞുങ്ങളാട്ടോ രണ്ടെണ്ണം. അപ്പൊ അമ്മയാടിന്റെ കാലിന് സുഖമില്ല. ഇപ്പൊ ആശുപത്രി പോയിട്ട് വന്നോളൂ കേട്ടോ. കാലിന്റെ നഖം അങ്ങോട്ട് പോയതാന്ന് തോന്നുന്നു. നഖത്തിന് എന്താ വേദനയായിട്ട്. 4 കാല് 3 കാല് മാത്രമേ കുത്തി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു കാലം ഇങ്ങനെ പൊക്കി പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ആശുപത്രി പോയി വന്നു. അതിന്റെ സങ്കടത്തിലാണ് മോള് കൂട്ടൻ. സാരല്ല, പറഞ്ഞോളൂ. മമ്മിക്ക് അറിയില്ലല്ലോ. ഇല്ല, ഞാൻ പണ്ട് കെട്ടിയത്. ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെയാണൊക്കെ. ഉറപ്പൊന്നുമില്ല, മറന്നിട്ടില്ല എന്നാണ് വിചാരം. നോക്കാം നമുക്ക്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വാഴേന്റെ ചൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാഴവള്ളി 6 പൊന്നു കൊടുത്തിട്ടുണ്ടേ. ചൂടി എന്നും പറയും കേട്ടോ. വാഴവള്ളി, വാഴനാര്, വാഴച്ചൂടി, അങ്ങനെയൊക്കെ പൊന്നു പറയും കേട്ടോ. അപ്പൊ വാഴവള്ളി 6 എടുത്തിട്ടുണ്ട്. ഇനി പൊന്നു എന്താ ചെയ്യുന്ന ചൂടി എന്ന് പറയും. ചൂടിയോ? പയറിന് ചൂടി. ചൂടി. അപ്പൊ ആണോ പൊന്നിന്റെ കയ്യിൽ 4 ഉണ്ട്. 6 ഉണ്ട്. എന്നാ കേട്ടാ. പാല് മേടിക്കാൻ ചേച്ചിനോട് ഇതിൽ പാല് കുടിച്ചോളാൻ പറയേ കൊച്ചേ. കൊച്ചെ ചെറുക്കന് മുട്ട പോലെ കുടിയാന്നേ പാലുകൂടി. അതുകൊണ്ടാ കൂട്ടുകാരെ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ. നിങ്ങൾ ബ്യൂട്ടി ആവുന്നതിന്റെ രഹസ്യം. ഞാൻ നല്ല സുന്ദരിയായിരുന്നു. അയ്യോ ചേച്ചി പ്രസവിച്ചിട്ട് ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചിട്ട് തടിയൊക്കെ കുറച്ചേന്ന്. എന്റെ പൊന്നുമോനാണ് അതിന്റെ കാര്യം. അപ്പൊ നമുക്ക് മുട്ടൻ മുട്ടൻ എന്റെ മുട്ടക്കട്ട കണ്ടാ. ചൂടി റെഡി ആയിട്ടുണ്ട്. ചൂടി ഇതിന്റെ പേരെന്താ? വാഴവള്ളി. ചൂടി. ചൂടിന്ന് അറിയാം. അതെപ്പോഴേ ചൂടിയായേ? അടിയിൽ ഇങ്ങനെ എല്ലാം കൂടി കെട്ടുക. കേട്ടെ. അപ്പൊ അത് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടെണ്ണം വെച്ച് കെട്ടട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ 3 വള്ളി ആയിട്ടുണ്ട്. അങ്ങനെ അടുത്തത് ഇനി നമ്മള് ഇതിൽ നിന്ന് ഈ ഒരെണ്ണെടുത്ത് ഇതിൽ നിന്ന് ഒരെണ്ണെടുക്കും. ഓ, വല പോലെ അല്ലേ? ഇതല്ലേ പൊന്നെ നമ്മുടെ പുൽപ്പള്ളി അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ അല്ലേ, മറ്റേ ഓല സൈഡില് വഴി നീളെ. അത് തോരണം. അത് ഇങ്ങനെയല്ല. അത് ഓൾമോസ്റ്റ് ഇതേ സെയിം മോഡൽ അല്ലേ ഇങ്ങനെ കിടക്കണേ. എന്നിട്ട് ഇതിന്റെ ജോഡി ഇവനെ ആക്കി. ഇനി ഇതിന്റെ ജോഡി ഇപ്പുറത്തവനെ ആക്കും. കുമ്പളങ്ങ പിടിക്കുവോ? കുമ്പളങ്ങല്ല, വെള്ളരിക്ക. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എന്തായിരുന്നു പറഞ്ഞേ? അത് പേര് മാറിപ്പോയതല്ലേ എന്റെ മാ. ഇത് തിന്നാൻ അത് തിന്നാവുന്നതല്ലപ്പാ, അത് ചെത്തിയിട്ട് തരുമോ? ഇത് വെള്ളരിക്ക. ഇത് നമുക്ക് ഇവിടെ എവിടെയും കെട്ടി തൂക്കിയിടാം. കെട്ടാനാന്ന് മനസ്സിലായില്ലേ? കെട്ടാനാ മനസ്സിലായിട്ടോ. ഇതെങ്ങനെ കെട്ടിയാലുണ്ടോ ഐശ്വര്യം? എന്തിനാ ഐശ്വര്യത്തിനാ? അത് അങ്ങനെ തന്നെയല്ലേ അത്തപ്പൂക്കളോ? അല്ല ലാസ്റ്റത്തെ കിട്ടും. അങ്ങനെ കെട്ടി കണ്ടോ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. മുക്കിയേ കണ്ടോ. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അടിയിൽ കട്ട് ചെയ്ത് കൂടെ കഴിഞ്ഞാൽ സെറ്റ് ആയി. ഇനി അപ്പൊ നമ്മൾ എവിടെ തൂക്കിയിടുന്നു കുഞ്ഞാ? കള്ളനൊന്നും പറിച്ചോണ്ട് പോവല്ലേ വെള്ളരിക്ക. സെൻട്രാ. ഓക്കെ ഓക്കെ ഓക്കെ. എടി നീയും കൂടി ഒന്ന് നോക്കിയടി. അപ്പൊ അങ്ങനെ കെട്ടിട്ടോ നമ്മുടെ വെള്ളരിക്ക അങ്ങനെ സെറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കെട്ടുന്നേ.
ആ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. നമ്മക്കങ്ങനെ അറിയത്തില്ലല്ലോപ്പാ. എന്റെ എന്താണോ നിനക്ക്? ആർക്കാ സുഖേട്? അടി വേണോ? അടി വേണോ നിനക്ക്? അവിടെ ഒരു മാന്യം പോയി കിടക്കുന്ന കടപ്പ്. അപ്പൊ മമ്മി പാല് വാങ്ങാൻ പോയിട്ട് അവിടെ പാലും കൊണ്ട് വരുന്നുണ്ട്. മമ്മി ഇവിടെ സാധനമുണ്ട്. അല്ല പട്ടിയല്ല, സാധനം കണ്ടുപിടിക്കാൻ പറ്റും നോക്ക്. കണ്ടു വെച്ചിട്ട് വരട്ടെ. മൈൻഡ് ആക്കിയില്ലല്ലോ. മമ്മി വെച്ചിട്ട് വരട്ടെ. നോക്ക്, ഐശ്വര്യം വന്ന ഐശ്വര്യം വന്നു. ഐശ്വര്യം വന്ന ഐശ്വര്യം കണി 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 അയ്യോ കൊള്ളാട്ടോ. നമ്മൾ ആദ്യമായിട്ടില്ല ഇങ്ങനെ കെട്ടി തൂക്കി ഇടുന്നേ അല്ലേ? പണ്ടൊക്കെ കെട്ടി തൂക്കിയിട്ടില്ല നമ്മള്. ആണോ? നീ കണ്ടിട്ടില്ലാത്തോണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. നെല്ല് കെട്ടി തൂക്കിയിട്ടുണ്ടല്ലേ? നെല്ലും നെല്ല് അത് തുലാപ്പട്ടിക്ക് നമുക്ക് ഇത്രയും വീളോട് വലിയ വെള്ളിരിക്ക ഉണ്ടാവും. ഇവിടെ വെള്ളരിക്ക ആണെങ്കിൽ അതാണ് ഇഷ്ടംപോലെ ഉണ്ടാവില്ല. അപ്പൊ കെട്ടി തൂക്കി ഇങ്ങനെ ഇടും. ഇത് പൊന്നു എങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചാടി പോരില്ലായിരിക്കും അല്ലേ? നല്ല എല്ലാം നല്ല കണ്ടോ? എല്ലാം സേഫ് ആയിട്ടാണ് ഇരിക്കുന്നേ. ഒരു കാരണവശാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടൂല. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ നമ്മുടെ കട്ട മറിച്ചിടാൻ പോകട്ടെ. നമ്മൾ ഉണ്ടാക്കി കട്ട കണ്ടോ? ഇന്ന് മൂന്നാമത്തെ ദിവസം കേട്ടോ. ശരിക്കും നമ്മുടെ 1.5 ദിവസം പറയുന്നത്, പക്ഷെ നമ്മള് വെയിൽ കുറവായ കാരണം നമ്മൾ 3ാമത്തെ ദിവസമായിട്ട് മറിച്ചിടാൻ പോകുന്നേ. അപ്പൊ നമ്മുടെ കണ്ടോ ഇന്ന് നല്ല വെയിലുണ്ടായിട്ടോ. ഇന്ന് നല്ല വെയിലായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ നടുക്കൊരു കണ്ടോ? എന്റെ കൈപ്പത്തിയുണ്ട്, പൊന്നിന്റെ കൈപ്പത്തിയുണ്ട്, ഡൂഡിന്റെ കൈപ്പത്തിയുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ചിട്ട് ഡൂഡിന്റെ കൈപ്പത്തി എന്തായി പോവും. മറിച്ചിട്ടെ കുഞ്ഞിപ്പൊന്നെ. അപ്പൊ സ്കൈ ബേബി കണ്ടോ? അപ്പൊ അമ്മക്ക് എന്നെ എടുക്കണെ നോക്കി അല്ലമ്മ അല്ലേത് വന്ന് അല്ല കൂട്ടുകാര് സ്കൈ ബേബിനെ കാണാണ്ട് വിഷമാണ്. ആ എന്റെ ദൈവമേ. അപ്പൊ മറിച്ചിടാട്ടോ. അപ്പൊ മറിച്ചിടാണ്. മണ്ണ് നമ്മള് ഞാൻ കൂത്താട കൊച്ച്. അല്ല കുത്തണ്ട, ചുമ്മാ എടുത്ത പറയൂ. നശിപ്പിക്കല്ലേ നീ അത്? നശിപ്പിക്കലല്ല, ഞാൻ കാണിച്ചു തരാം. മെല്ലെ തട്ടിക്കളഞ്ഞാ മതി കേട്ടോ. കണ്ടോ? സൈഡിലെ മെല്ലെ മെല്ലെ തട്ടിക്കളയണെന്ന് പപ്പ പറഞ്ഞായിരുന്നു. വിണ്ട് കയറിയിട്ടുണ്ട്, വിണ്ടിട്ടുണ്ട് കേട്ടോ. മെല്ലെ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പപ്പ പറഞ്ഞ പോലെ തന്നെ മണ്ണ് എന്താന്ന് പറഞ്ഞേ? മണ്ണ് കൊള്ളില്ലാത്ത കല്ലുള്ളതുകൊണ്ടോ? കല്ലുള്ളതുകൊണ്ടല്ല, നമ്മള് അരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അരിച്ചിട്ടില്ല. ഇതിന്റെ മേലെ മണ്ണില്ലേ, മണലിങ്ങനെ വിതറി കൊടുക്കണമായിരുന്നു. നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ അതുമല്ല, നമ്മൾ ആ കട്ടപ്പെട്ടി എടുത്തു കഴിഞ്ഞിട്ടാണ് പൊന്നുവിന്റെ കൈയും ഡൂഡിന്റെ കൈയും അതിന് മേലെ വെച്ചത്. അപ്പൊ അതൊന്ന് വിരിഞ്ഞു പോയി. പിന്നെ നീ നന്നായിട്ട് ഇളക്കിയിട്ടല്ലേ കട്ടപ്പെട്ടി എടുത്തേ? മെല്ലെ അല്ലല്ലോ എടുത്തതും. ആ ഞാൻ നല്ലോണം വല്ലാണ്ട് ഇളക്കിയത് എടുക്കാൻ എടുത്തത്. അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു. എന്നാൽ നമ്മളെ ട്രയൽ ആയിരുന്നു. എന്തായാലും കട്ടയുടെ ഷേപ്പ് ഒക്കെ ഉണ്ട്. ആ ഷേപ്പ് ഒക്കെ ഉണ്ട് അല്ലേ? ഇവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആടാ. കണ്ടോ? വെള്ളം കൂട്ടിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചാൽ വെള്ളം വേണമെന്നില്ല, കുറച്ച് തുപ്പലും കൂട്ടി വെച്ചാൽ മതി. കണ്ടോ? 3 കൂടെ മൂങ്ങിയിരിക്കുന്നവരെ നോക്കി വീശിക്കുക. ഇതെന്റെ ഡൂഡു നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കട്ടയാ. പറ കട്ടയാന്ന്. അപ്പൊ കൂട്ടുകാരാണ് നമ്മളെ കട്ട എങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു കട്ടയുടെ ഷേപ്പ് ഒക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ, ഇത് പപ്പ പറഞ്ഞ പോലെ 4 സൈഡ് ആദ്യം ലെവലാക്കി കൊടുക്കായിരുന്നു. ഇവിടുത്തെ ഈ ഷേപ്പ് കുറവില്ലേ, ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ കൂട്ടുകാരെങ്ങനെ കട്ടയൊക്കെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞ് നമ്മള് വെള്ളരിക്കൊക്കെ എന്താണ് തൂക്കി. പക്ഷെ ഒരു പണി പാളി. ലാസ്റ്റ് പൊന്നുവിന്റെ നടു മിന്നിട്ടോ. കട്ടയൊക്കെ ഇതാക്കി മറിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കടന്ന് കട്ട മറിച്ചിട്ടതിന്റെ എല്ലാം നടുവിന്. ഇത് അല്ലാണ്ട് പൊന്നുവിനെ ഇടയ്ക്കിടയ്ക്ക് നടുവിന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അത് പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇഷ്യൂ പൊന്നുവിന് വല്ലാണ്ട് പിന്നെയും പിന്നിൽ നിർത്തി. അപ്പൊ ഇത്ര നേരം പൊന്നു കുമ്പളങ്ങി വെട്ടിയിരിക്കുന്ന വെട്ടി വെച്ചേക്കുന്ന പോലെ കുത്തിയിട്ടേക്കുന്ന പോലെ കടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എണീച്ച്. ഇപ്പൊ നമ്മുടെ രാത്രി 11:45 സമയം. അപ്പോൾ നമ്മുടെ പൊന്നുവിനെ പുറത്ത് ഇപ്പൊ ഇത് ഏതാ
എന്തോ ഒരു ഇതാട്ടോ എന്തെണ്ണ എന്തോ ഒരു എണ്ണയാട്ടോ. ആ എണ്ണ മമ്മി ഇപ്പൊ എടുത്തോണ്ട് വന്നിട്ട് ഇപ്പൊ തിരുമ്മി കഴിഞ്ഞപ്പോ കുറവുണ്ട് കേട്ടോ. കുറവില്ലേ കുറച്ച്? നടുവിന് അങ്ങനെയാ വേഗം കുറയും. കൊറേ നേരമായിട്ടോ അനങ്ങാൻ പറ്റില്ലായിരുന്നു. ഒറ്റ കടപ്പായിരുന്നു. അപ്പൊ കുഞ്ഞെല്ലാവരും എടുത്ത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷം അങ്ങനെ കട്ട നമ്മളെന്തായാലും മറിച്ചിട്ടു. പക്ഷെ നടുവിന്നി നാളെ അറിയാം ഇനിയിപ്പോ എന്താ സ്ഥിതി. എല്ലാരും ഉറങ്ങി. നാളെ അറിയാം. നാളെ ആരും എണീക്കുമ്പോ അറിയാം എന്താ സ്ഥിതിന്ന്. അപ്പൊ കൂടെ വീഡിയോ മറുപടി നാളെ കാണാം. ഓക്കേ. പൊന്മണിന്റെ നടു പോയടാ.